ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളെ കർക്കിടക ഒന്നാണ്. അപ്പോൾ സംക്രാന്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് മൈലാഞ്ചി വലിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മൈലാഞ്ചി ഇതിന്റെ ഉള്ളിലാണ്. അതിന് അവിടെ നിന്ന് നോക്കാം നിങ്ങക്ക്. അത് അപ്പുറത്ത് നോക്കിയാൽ മതി. അതന്നെ വേണം, റോട്ടിൽ നിന്ന് നോക്കണം. കിട്ടിയാ? ഇത് മതിയാ? അങ്ങനെ വല്ല പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്തോ. അതാകുമ്പോ നന്നായി ചോക്കും. ആര് തുപ്പി ഉണ്ടാവും. വേറെ മൈലാഞ്ചി ഉണ്ട്. ആദ്യം വലുതായിട്ട് വലിയ വലിയ ഇലകൾ വന്നിട്ടുണ്ടായിരുന്നു. മതിയാ? പിള്ളേർക്ക് അത്ര കുഞ്ഞു കൈയല്ലേ, മതി. എന്നിട്ട് ഇതെന്താ പറ, ഇതെന്താ പറയേ, നോക്കിയിട്ട് പറയാം എന്താണെന്ന്. ഇതെന്ത് സംഭവം? കണ്ടിട്ടുണ്ടാ മൈലാഞ്ചി? ഇതന്നെ മൈലാഞ്ചി. മൈലാഞ്ചി അരച്ചിട്ട് കയ്യിലിടണം. കണ്ടിട്ടില്ലല്ലോ ഇതുവരെ? ഇങ്ങനത്തെ മൈലാഞ്ചി ഇട്ടിട്ടും ഇല്ലല്ലോ. കാണിച്ചു തരാട്ടാ. ഇത് അരച്ചിട്ട് കയ്യിലിടണം. രാത്രി. നാളെ സംക്രാന്തി അല്ലേ? സ്കൂളുണ്ട് കേട്ടാ, സ്കൂളുണ്ട്. പക്ഷെ സ്കൂളിൽ ലീവൊന്നുമില്ല. അയ്യേ, സ്കൂളൊക്കെ ഉണ്ട്. കേടുവരുത്തല്ലേ, കഷ്ടപ്പെട്ടിട്ട് തൊടിയിൽ പോയി വലിച്ചിട്ട് വന്നതാ. ഇതിന് ഓരോന്ന് ആക്കണം. കഴിച്ചിട്ട് വന്നാ അപ്പൊഴേക്കും എന്റെ പണിയും കഴിട്ടാ. കുട്ടി വേഗം സഹായിക്കാൻ വരുമല്ലോ. മൈലാഞ്ചി എടുക്കണുണ്ടാലേ, മൈലാഞ്ചിനല്ലേ. പാലക്കാട് മാത്രം കണ്ടുവരുന്നൊരു ആചാരമാണ് കേട്ടത്. ഇത് ചേട്ട കളിയ എന്നൊക്കെ പറയും. അതായത് കർക്കിടക മാസം 1-ാം തീയതിൻ്റെ തലേ ദിവസം, അതായത് ഇന്ന് ചേട്ട കളിയുന്ന ഒരു ദിവസമാണ്. വീട് മുഴുവൻ വടിച്ചു കോരി വൃത്തിയാക്കി കുറച്ച് ഒരു മൺകലത്തിലോ അല്ലെങ്കിൽ പൊട്ടിയ പാത്രത്തിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ടിട്ട് തിരിയൊക്കെ വെച്ച് പുറത്ത് കൊണ്ടുപോയി കളയും കേട്ടോ. അത് പുറത്ത് കൊണ്ടുപോയി കളയുന്ന സമയത്ത് വീടിന് ചുറ്റും 3 വലം വെച്ചിട്ട് വേണം കളയാനായിട്ട്. അതേപോലെ കൊണ്ടുപോകുന്ന ആൾ മൂദേവി പോ ശ്രീദേവി വാ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം കൊണ്ടുപോയി കളയാൻ. വീട്ടിലുള്ള മൂദേവിനെ കളഞ്ഞിട്ട് ശ്രീദേവിനെ വരാനാണ്, അതായത് ഐശ്വര്യം വരാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 2 ദിവസം മുന്നേ ഞാൻ എല്ലാം വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവിടെ അടിച്ചു പോരലും വേസ്റ്റ് പുറത്തു കൊണ്ട് കളയലും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ ചേട്ടക്കളി അങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. വീട് മൊത്തത്തിൽ വൃത്തിയാക്കും, അത്ര തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും, അത്ര തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു ആചാരം കൂടിയാണിത്. ഋതുക്കുട്ടിയാണെങ്കിൽ അംഗനവാടി വിട്ട് വന്ന ശേഷം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ചേട്ട കളഞ്ഞ ശേഷം പിന്നീട് ചെയ്യുന്നൊരു ആചാരം കൂടിയാണ് മൈലാഞ്ചി അരച്ചിട്ട് കുട്ടികളുടെ കയ്യിലും എല്ലാവരും മൈലാഞ്ചി ഇടുന്നൊരു ആചാരം കൂടിയുണ്ട്.
അതെന്ന് വെച്ചാൽ മൈലാഞ്ചി അരച്ചിട്ട് പൊതി കെട്ടും, അല്ലെങ്കിൽ കയ്യിൽ മൈലാഞ്ചി ഇടും. തേക്കിൻ്റെ ഇല കൊണ്ട് പൊതി കെട്ടിയിട്ട് ഇടുന്നൊരു ആചാരം കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് കർക്കിടക 1 ദോശയും അതേപോലെ തന്നെ കോഴിയിറച്ചിയും, അതൊരു ആചാരം കൂടിയാണ്. ഇപ്പം പിന്നെ എല്ലാ വീട്ടിലും ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ പണ്ടൊക്കെ കർക്കിടക മാസം 1-ാം തീയതിയൊക്കെ ആയിരിക്കും ചിക്കനൊക്കെ, അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് മാത്രമല്ല ചിക്കനൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ കർക്കിടക 1 എല്ലാ വീടുകളിലും ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ആയിരിക്കും. അതൊക്കെയാണ് ആചാരം. പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യലായിട്ടൊരു ആചാരം കൂടിയാണ്, നല്ലൊരു ആചാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ എടുത്തു വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ചായ തിളച്ച് വൃതിക്കുട്ടിക്കുള്ള പാല് തിളച്ച് പോണ കാര്യം ഞാൻ മറന്നുപോയിട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഈ പച്ചക്കറികളൊക്കെ ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഈ പാൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയില്ല. ഞാൻ കാര്യമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഓരോ ഭാഗത്ത്, ഉരുളക്കിഴങ്ങ് ഓരോ ഭാഗത്ത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനത് ശ്രദ്ധിക്കണേ ഇല്ല കേട്ടോ. സംഭവം എനിക്ക് മറന്നുപോയി. അടുപ്പിൽ പാല് വെച്ച കാര്യം എനിക്ക് മറന്നുപോയി. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അതും സൗണ്ട് കേട്ടിട്ടാണ് ഓർമ്മ വന്നത്. പെട്ടെന്നൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും ആകെ 1 ഗ്ലാസ് പാലാണ് വെച്ചിട്ടുള്ളൂ. അത് 1/2 ഗ്ലാസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ഓഫാക്കി വെച്ചു. ഓർമ്മ വന്നതും പെട്ടെന്ന് തന്നെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, ഫാൻ ചൂടെടുക്കണ്ടേ? കുട്ടി നാളെ സംക്രാന്തിയാണ്. മൈലാഞ്ചി ഇട്ട കയ്യില് ഇന്ന് രാത്രി മൈലാഞ്ചി ഇടട്ടാ. ഓക്കെ. അങ്ങനെ രണ്ടുപേരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ റസ്കും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദൂട്ടിക്ക് ചന്ദനത്തിരി കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് ഇപ്പോൾ വേദൂട്ടി കാണിച്ചിട്ട് പോയത് കേട്ടോ. അവൾക്ക് ദേഷ്യം വന്നിട്ട് പിണങ്ങിയിട്ട് പോയിരിക്കുകയാണ് വേദു. ഞാൻ ഓൾറെഡി മൈലാഞ്ചി ഇലയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് അരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേനും അച്ഛൻ വന്ന് മൈലാഞ്ചി അരച്ച് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് ഇലയൊക്കെ വലിച്ചിട്ട് വരുമ്പോഴേക്ക് അച്ഛൻ മൈലാഞ്ചി അരച്ചിട്ട് കൊണ്ടു തന്നു. കല്ലിലാണ് അരച്ചത്. കല്ലിൽ അരച്ചതുകൊണ്ട് നേരെ അരഞ്ഞിട്ടില്ല. പക്ഷെ നല്ല മണമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് വേദു? പറയ്, എങ്ങനെയുണ്ട് പറയ്. നന്നായിട്ടില്ലേ? എങ്ങനെയുണ്ട് പ്രതിക്കുട്ടി? മണം ഇഷ്ടമായില്ലേ? എന്തുപോലെ ഉണ്ട് മണം? നല്ല മണമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം. ഏതിന് ഇഷ്ടമായില്ല? എന്തുപോലെയുണ്ട് കാണുമ്പോ? പറഞ്ഞോ, എന്തുപോലെയുണ്ട്? വേദന എന്തുപോലെ തോന്നണ്? ചാണകം. എന്താ പറയണ? എന്താണ്? ഛർദിക്കാൻ വരുന്ന? ഇതാണ് മൈലാഞ്ചി. ഞാൻ വലിച്ചിട്ട് വന്നില്ലേ? ഞാൻ ഇല വലിച്ചിട്ട് വന്നില്ലേ? ആ ഇല ഇങ്ങനെ വേദൂട്ടിയാണെങ്കിലോ ആദ്യമായിട്ട് ഇടുന്നതിൻ്റെ ഒരു ഇതിലാണ്ട് അതുവരെ ഈ ഒരു മൈലാഞ്ചി ഇട്ടിട്ടില്ല. കോണിൻ്റെ മൈലാഞ്ചി മാത്രമാണ് ഇവർ രണ്ടുപേരും ഇട്ടിട്ടുള്ളൂ. ഈ മൈലാഞ്ചി ആദ്യമായിട്ട് കാണുന്നതും അതേപോലെ തന്നെ ഇടുന്നതും. അച്ഛൻ വലിച്ചിട്ട് വന്നിട്ട് അമ്മിക്കല്ലിലിട്ട് അരച്ചതാണ് കേട്ടോ.
അമ്മിക്കല്ലാണെങ്കിലും ഉപയോഗിക്കാത്തൊരു അമ്മിക്കല്ലും കൂടെയാണ്. അത് കഴുകി വൃത്തിയാക്കി അച്ഛൻ അരച്ച് കൊണ്ട് തന്നതാണ്. അപ്പോൾ വേദൂട്ടിയാണെങ്കിൽ ഇത് കണ്ട് അത്ഭുതത്തോടു കൂടി ഇരിക്കുക. അതിൻ്റെ മണമാണെങ്കിൽ അവൾക്ക് തീരെ പറ്റുന്നില്ല. മൂക്കൊക്കെ പൊത്തിയിട്ടാണ് ആൾ ഇരിക്കുന്നത്. വൃതിക്കുട്ടിക്ക് ഇഷ്ടമായി, കയ്യിൽ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇഷ്ടമായി. പക്ഷേ അവൾ പറയുന്നത് അപ്പിയാണെന്നാണ് വൃതിക്കുട്ടി പറയുന്നത്. പക്ഷേ വേദു പറയുന്നത് ചാണകമാണെന്നാണ്. വേദുവിൻ്റെ മുഖം കണ്ടില്ലേ, നല്ല എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് അവളവിടെ ഇരിക്കുന്നത്. അവൾക്ക് കയ്യിലിടാൻ തീരെ താല്പര്യമില്ല. അവൾക്ക് വേറെ മൈലാഞ്ചി വേണമെന്നാണ് പറയുന്നത്. തീരെ താല്പര്യമില്ല. പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ട് അവർ രണ്ടുപേരുടെ കയ്യിൽ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് രണ്ടുപേരുടെ കയ്യിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ വൃത്തിക്കുട്ടി കാണിക്കി, ഇങ്ങനെ കാണിക്കി, ഇങ്ങനെ കാണിക്കി. ആ മേലെ ഡ്രസ്സിലാക്കല്ലേ കറയണേ. എങ്ങനെയുണ്ട് വേദു? ആദ്യമായിട്ടല്ലേ എങ്ങനെ ഇരുന്നത് ഈ മൈലാഞ്ചി? വൃത്തിക്കുട്ടി കാണിക്ക്. സൂപ്പർ. ഫുള്ളായി മതി, കുത്തൊന്നും വേണ്ട. വേദു വലുതായില്ലേ, അപ്പൊ കുത്തൊന്നും വേണ്ട. അതിലുണ്ടല്ലോ ഒരു കയ്യിൽ അങ്ങനെ ഇരുന്നോട്ടെ. വൃത്തിക്കുട്ടി കാണിക്ക്. ഇഷ്ടായ വൃത്തിക്കുട്ടിക്ക്? ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത ആളുടെ കൈ നന്നായി ചവക്കും. എന്റെ കൈയും കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പൊ കൈ നന്നായി ചവക്കുന്നുണ്ട്. കഴുകിയിട്ടല്ലേ ഈ ഫോൺ എടുത്ത് അമ്മന്റെ കൈതാ. അതാ തട്ടല്ലേ വൃത്തി, തട്ടല്ലേ വേദു. അങ്ങനെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാനും വേഗം ഒന്ന് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ അരച്ച മൈലാഞ്ചി ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഈ അരച്ച മൈലാഞ്ചി ഇട്ടിട്ട്. അപ്പം ഇനി സുമേഷേട്ടനെ കാണിച്ചു കൊടുക്കാനായിട്ട് താഴേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പം മൂന്നാളുടെ കൂടെ മൈലാഞ്ചി ഇട്ടതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക, വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൈയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സുമേഷേട്ടനെ കാണിച്ചു കൊടുക്കാനായിട്ട് താഴേക്ക് പോകാനാണ്. വൃത്തിക്കുട്ടി ഭയങ്കര തിരക്കാണ്, അച്ഛനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ ഞാനാ ഒരു കലമ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പാലക്കാടുകാരുടെ സ്വന്തം സംക്രാന്തിയാണ്. അപ്പോൾ കർക്കിടക മാസം 1-ാം തീയതിൻ്റെ തലേദിവസം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. മണം നോക്ക്, മണം നന്നായിട്ടില്ല. നല്ല മണം ഇഷ്ടമായില്ല. എനിക്ക് മണം ഭയങ്കര ഇഷ്ടം. മൈലാഞ്ചി ഇഷ്ടമാണ്, മണം ഇഷ്ടം.